ധനു രാശിയിൽ പിറന്നവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു നോട്ടമാണ്. അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹം ഏതു ഒരു രാശിയിൽ സ്ഥിതി ചെയ്താലും അതിൻ്റേതായ രീതിയിൽ ഒരു നന്മ പ്രദാനം ചെയ്യുവാൻ മാത്രമായിരിക്കും എപ്പോഴും ശ്രമിക്കുക. അതായത് ഏതൊരു മോശം ഗ്രഹങ്ങൾക്ക് ഒപ്പം നിലകൊണ്ടാലും പരമാവധി നന്മകളായിരിക്കും പ്രദാനം ചെയ്യുക. ഇപ്പോൾ മിഥുനം രാശിയിലാണ് വ്യാഴത്തിൻ്റേതായ സ്ഥിതി. മിഥുനം രാശിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം 5-ാം ഭാവമായ തുലാം രാശിയെയും 7-ാം ഭാവമായ ധനു രാശിയെയും 9-ാം ഭാവമായ കുംഭം രാശിയെയും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുന്നത് ധനു രാശിക്കാരെ കുറിച്ചിട്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ധനു രാശിക്ക് 11-ാം ഭാവമായി വരുന്ന ഇടം 5-ാം ഭാവമായ ദൃഷ്ടിയായിട്ട് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി പതിയുന്നുണ്ട്. അതുപോലെ തന്നെ 7-ാം ഭാവദൃഷ്ടി ധനു രാശിയിലെ തന്നെയാണ് പതിയുന്നത്. അതായത് ധനുരാശി എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിൻ്റേതായ സ്വന്തം വീടാണ്. അപ്പോൾ 7-ാം ഭാവം ദൃഷ്ടി നിങ്ങളുടേതായ ജന്മരാശിക്കുള്ളിൽ തന്നെയാണ് പതിയുന്നത്. അതുപോലെ തന്നെ 9-ാം ഭാവ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ധനു രാശിയുടെ 3-ാം ഭാവമായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഭാവങ്ങളിലുള്ള ദൃഷ്ടി നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും? സപ്തമ സ്ഥാനത്തിൽ തന്നെയാണ് വ്യാഴത്തിൻ്റേതായ ആ ഒരു ഭാവം. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ശത്രുക്കളൊക്കെ തന്നെ നിഷ്പ്രഭമായി പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് ശത്രുതാ സ്ഥാനത്തേക്ക് നിങ്ങളെ മനഃപൂർവ്വം ആണെങ്കിൽ പോലും നിങ്ങളെ ശത്രുവായിട്ട് കണ്ടവർ ഒക്കെ തന്നെ നിങ്ങളെ വിട്ട് വിലകി മാറിപ്പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെടും. വ്യാഴത്തിൻ്റെ 7-ാം ഭാവ ദൃഷ്ടി നിങ്ങളുടെ ധനു രാശിയിൽ തന്നെ പതിയുന്നതുകൊണ്ട് തന്നെ വിവാഹത്തിന് തടസ്സമായിരുന്നവർക്കൊക്കെയുള്ള ആ ഒരു വിവാഹ തടസ്സമൊക്കെ മാറിക്കിട്ടുന്ന ഒരു നല്ല കാലമായിരിക്കും. അതുവരെ തന്നെ ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിവാഹത്തിന്, അപ്പോൾ അതിന് ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു വിവാഹബന്ധം വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് കുറേ കാലമായിട്ട് നിങ്ങൾക്ക് പിണക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ ഒത്തുതീർപ്പായി വരുന്ന ഒരു സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കപ്പെടും. കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെയൊക്കെ നീങ്ങിക്കിട്ടി ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ശത്രുതാ സ്ഥാനത്ത് ഉണ്ടായിരുന്ന പലരും തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിൽ വന്ന് നല്ല രീതിയിൽ ഇടപെട്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവും. കാരണം അവർക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടേതായ ആ ഒരു മനോസ്ഥിതിക്കനുസരിച്ച് അവർ നിങ്ങളോട് തെറ്റു ചെയ്തു എന്ന ഒരു ഭാവം അവർക്കുണ്ടാവുകയും നിങ്ങൾക്ക് നല്ല ഫലത്തെ ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക. ഇവിടെ പ്രയത്നങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യം ഉണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇടപെട്ട് മുന്നേക്ക് പോയിട്ട് ഒരു നടക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ നിങ്ങളെടുക്കുന്ന എല്ലാ എഫർട്ടുകളും വലിയ രീതിയിലുള്ള വിജയം നിങ്ങൾക്ക് പ്രാപ്തമാക്കുന്നുള്ളതിന് സംശയമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടേതായ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ ഒരു 30 വയസ്സിന് ശേഷം 40 വയസ്സിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹ ആലോചനകളൊക്കെ തേടുകയാണെങ്കിൽ അതൊക്കെ തന്നെ നടക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും. 100% നടക്കുന്ന കാലം തന്നെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിവാഹം വന്ന് മുടങ്ങിപ്പോയ ഒരു സാഹചര്യമാണെങ്കിൽ അത് വീണ്ടും ഒരിക്കൽ കൂടി തിരികെ വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അപ്പോൾ ധനു രാശിക്കാർ എടുക്കുന്ന പ്രയത്നങ്ങൾക്കൊക്കെയും വിജയം പ്രാപ്തമാകുന്ന ഒരു സാഹചര്യമാണ്. വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയും ഇവിടെ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പരിശ്രമിക്കണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഈ വ്യാഴത്തിൻ്റെ മാറ്റം ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല ഫലമാണ് പ്രദാനം ചെയ്യുക. തൊഴിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പൊക്കെ അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കും അനുകൂലമായ ഒരു വ്യക്തി വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടേതായ മനോഭാവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആൾക്കാരെ വേണം നിങ്ങൾ നിയോഗിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അല്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. കാരണം ഈ വരുന്ന 18-ാം തീയതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹു കേതു എന്നീ ഗ്രഹങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് മോശം ഒരു ഫലമൊക്കെ അത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളിലും ഇടപെടാനെന്ന് ഉള്ളതും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. എടുത്തു പറയേണ്ട ഒരു നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ 5-ാം ഭാവമായ ആ ഒരു ദൃഷ്ടി നിങ്ങളിലേക്ക് എത്തുന്നത് 11-ാം ഭാവമായ ലാഭസ്ഥാനത്തേക്കാണ്. അതായത് തുലാം രാശിയിലേക്കാണ്
പതിയുന്നത്. അപ്പോൾ 11-ാം ഭാവം എന്ന് പറയുന്നത് നമ്മളുടേതായ ലാഭസ്ഥാനം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് വിധത്തിലുള്ള പ്രയത്നം എടുത്താൽ തന്നെയും തൊഴിൽപരമായ രീതിയിലുള്ള എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് വിജയം പ്രാപ്തമാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇതുവരെ നിങ്ങൾക്ക് അനാവശ്യമായ രീതിയിലൊക്കെ പണമൊക്കെ ചിലവായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലവുകളൊക്കെ വന്നാൽ പോലും അതൊക്കെ നല്ല ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും, കുടുംബത്തിനുള്ളിലെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അതൊക്കെയും ചിലവാകുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ നല്ലത് നിങ്ങൾ എന്താണോ ഇതുവരെ നേടാൻ ആഗ്രഹിച്ചത് അത് നേടാനുള്ള ഒരു സമയം കൂടി ആയി മാറും ഇത്. അപ്പോൾ തന്നെ ഇതുവരെയുള്ള ആ ഒരു വിഷമതകൾക്കൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു കാലം. അത് ഇതുവരെ ഞാൻ എന്തൊക്കെ നേടിയിട്ടും ഒന്നും തന്നെ എനിക്ക് സ്വന്തമായ കാര്യത്തിലൊന്നും വന്നിട്ടില്ല, എല്ലാം കടബാധ്യതകളാണ് വരുന്നത് എങ്കിൽ ഈ ഒരു കാലഘട്ടം മുതൽക്ക് നിങ്ങൾക്ക് എല്ലാം വിജയത്തിലേക്ക് വന്നെത്തുന്ന ഒരു കാലം തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ 5, 7, 9 എന്ന ഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള നന്മയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെതായ 9-ാം ഭാവമായ ദൃഷ്ടി കുംഭം രാശിയായിട്ടാണ് വരുന്നത്, വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അപ്പോൾ ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവമായ പ്രയത്നങ്ങളുടേതായ ഒരു സ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ അധികം പ്രയത്നം നൽകേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നു. പക്ഷേ ആ ഒരു പ്രയത്നങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള വിജയങ്ങളായി തന്നെയായിരിക്കും നിങ്ങൾക്ക് മാറുക. ഇപ്പോൾ ഒരു ടീച്ചർ ആയിട്ടൊക്കെ പഠിച്ച് ഒക്കെ നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇവർക്ക് ഇതുവരെയും ജോലി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ അവരൊക്കെ തന്നെ 10 കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവർ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനോഭാവമുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ തോതിലുള്ള ഒരു വിജയമായിരിക്കും പ്രദാനം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ, അതായത് നമുക്ക് വരുമാനം വരും എന്ന് ഉറപ്പ് ഉള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പ്രായോഗിക ബുദ്ധിയോടുകൂടി മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. അതുപോലെ മെക്കാനിക് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ വർക്ക്, ബൈക്ക് മെക്കാനിക്കോ അല്ലെങ്കിൽ കാർ മെക്കാനിക്കോ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം വരും. കാരണം നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അത് മറ്റൊരാളോട് പറയുന്ന ഒരു സാഹചര്യം അവിടെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം, വലിയ റേറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്ന ഒരു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 2 വാഹനമൊക്കെ വരുന്ന ഒരിടത്ത് ഒരു 5, 6 ഒക്കെ വരുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ പ്രയത്നം കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ വരുമാനങ്ങളും വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല പേര്, പ്രശസ്തിയും പെരുമയുമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങളുടെ ഇടപെടലൊക്കെ അത്രത്തോളം വളരെ നല്ല രീതിയിൽ തന്നെ ആവാനാണ് ഈ വ്യാഴത്തിൻ്റെതായ ഇടപെടൽ വരുന്നത്. കാരണം ധനുരാശി എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിൻ്റെ സ്വന്തം വീടാണ്. ധനു, മീനം എന്നിവ വ്യാഴത്തിൻ്റെ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ ആ ഇടത്ത് ദൃഷ്ടി പതിയുമ്പോൾ ഒരിക്കലും തന്നെ അദ്ദേഹം സ്വന്തം ഗൃഹത്തിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വ്യാഴം ധനുരാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു 30% അല്ലെങ്കിൽ 40% പേർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഫലം പ്രദാനം ചെയ്യുക. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ സ്വന്തം ജാതകത്തിൽ എന്ത് ദശാബുദ്ധികളാണോ നടക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള ഒരു ഫലവും കൂടിയായിരിക്കും ലഭിക്കുക. ഇപ്പോൾ നല്ല ദശാകാലങ്ങളാണ് നിങ്ങൾക്ക് നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയായിരിക്കും ലഭിക്കുക. മോശം ദശാകാലത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായും വരിക എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിന് വളരെയധികം പ്രാധാന്യവും ഇവിടെ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനസ്സിന് വളരെയേറെ സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. അനാവശ്യമായ ചിന്തകളൊക്കെ തന്നെ നിങ്ങളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുകയാണ്.